ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷബ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്ലിസറിനും റോസ് വാട്ടറും എങ്ങനെ ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇത് ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് പോയാൽ നമുക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡ്രൈ സ്കിന്നിന് വേറൊരു സംഭവം കൂടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് വെച്ചിത് തീർന്നു പോയത് കൊണ്ട് യൂസ് നിന്നതാണ്. പിന്നെ അതുമല്ല, ഇത് യൂസ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് സമയം ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് ഞാൻ പറയാത്തത്. മറ്റേ ഗ്ലിസറിനും റോസ് വാട്ടറും ആകുമ്പോഴത്തേക്കും നമ്മുടെ മാക്സിമം നമുക്ക് എപ്പോൾ വേണോ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. രാത്രി ആയാലും നമുക്ക് ഈ കിടക്കുന്ന സമയത്തായാലും അത് ജസ്റ്റ് ഒന്ന് തേച്ചാൽ മാത്രം മതി. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പം കുറച്ച് സമയം വേണം. അതുകൊണ്ടാണ് ഇത് അന്നും ഞാൻ പറയാത്തത്. പക്ഷേ ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഇത് വന്നിട്ട് തേങ്ങാ പിണ്ണാക്കാണ്. തേങ്ങാ പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പശുവിനൊക്കെ ഈ കലക്കി കൊടുക്കൂലേ, കാടിയായിട്ടൊക്കെ കൊടുക്കൂലേ, അതിൻ്റെ സംഭവം ഇത് തേങ്ങാ പിണ്ണാക്കല്ലേ. അതിൽ കുറച്ച് എണ്ണയുടെ കുറച്ച് മയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റാനും പിന്നെ നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി നല്ല സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിട്ട ഉടനെ നമുക്ക് ഇതെല്ലാം കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ മാത്രം ഉറപ്പ് പറയില്ല. കാരണം ഏതൊരു സാധനമായാലും അത് ഇട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇത് മാറുമെന്നൊന്നും ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് നല്ല ബെസ്റ്റ് സൊല്യൂഷനാണ്. നമ്മളെ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് സോഫ്റ്റുള്ള രീതിയിൽ വാങ്ങിക്കണം. കാരണം കണ്ടില്ലേ മറ്റിപ്പോൾ നമ്മൾ കൈവച്ച് ആക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയണത്. കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സംഭവം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. നമുക്കത് കുറേ നേരം വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടാൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു സാധനം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇത് പ്രത്യേകിച്ച് പറയണത്. വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് സോഫ്റ്റ് ടൈപ്പിലുള്ള വാങ്ങിക്കണം. ഇപ്രാവശ്യം വാങ്ങിച്ചപ്പോൾ എനിക്ക് എല്ലാം ഇത്രയും ചെറിയ പീസസ് ആയിട്ടാണ് കിട്ടിയത്. അല്ലാത്തത് ഇത് കട്ടയായിട്ടൊക്കെ വരും. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കണം. അങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ പൊടിയണ ടൈപ്പ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ എളുപ്പമാവുള്ളൂ. അല്ലെങ്കിൽ മറ്റേ കല്ല് പോലത്തതാണെങ്കിൽ പറ്റില്ല, അത് നമ്മുടെ മിക്സിയിൽ തന്നെ കേടുണ്ടാക്കും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 35 രൂപയാണ് ഒരു കിലോ വാങ്ങിച്ച് വെച്ചാൽ ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ 1/2 കിലോ മതിയാവും. പിന്നെ ഒരുപാട് നാൾ വെച്ചിരുന്ന് അനാവശ്യമായിട്ട് ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിരുന്നാൽ ഇത് പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ബക്കറ്റിലോ എന്തെങ്കിലും ഇട്ട് അടച്ചുറപ്പുള്ളൊരു ഭാഗത്ത് ഇത് സൂക്ഷിച്ച് വെക്കണം. ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്കിത് കുറച്ചോ നമ്മുടെ ആവശ്യത്തിന്, നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ എടുക്കണം. ഇതിപ്പോൾ കുതിർന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ അത് തുടർന്നുള്ള സമയങ്ങൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഫേസിലും ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫേസിൽ മാത്രമാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ തൈര് ചേർക്കാം, പിന്നെ പാല്, ഇതിലേത് വേണോ ചേർത്ത് നമുക്കിത് കുതിർക്കാൻ വെക്കാം. ഫേസിലാണെങ്കിൽ ഈ പാല് ചേർത്താലൊന്നും കുഴപ്പമില്ല, കുറച്ച് ക്വാണ്ടിറ്റി മതിയാവും. പക്ഷെ നമ്മൾ ഫുൾ കുളിക്കുമ്പം യൂസ് ചെയ്യാനാണെങ്കിൽ വെള്ളം തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം മതിയാവും. ശകലം പാല് അതിൽ ഒഴിച്ച് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഞാനിപ്പം തൽക്കാലം കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് പാല് ഒഴിക്കുകയാണ്. ഇത് പാൽ ഒഴിച്ച് ഇത് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. കാരണം ചെറിയ പീസസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഈ പാലോ തൈരോ ഒക്കെ ചേർത്ത് നമ്മൾ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവാനും ഗ്ലോയിങ് ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പാലൊക്കെ അലർജി ഉണ്ട് എന്നുള്ള ആൾക്കാർ അത് ഒഴിവാക്കിയിട്ട് വെറും വെള്ളം മാത്രം ഇതിലൊഴിച്ച് കുതിർത്ത് വെച്ചാൽ മതിയാവും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയാം പാലിന് അത്രയും അത് ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് വരും. കുളിക്കുന്ന സമയത്താണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ സോപ്പ് തേച്ചതിന് ശേഷം യൂസ് ചെയ്യണം. അല്ലാതെ സോപ്പ് തേക്കുന്നതിന് മുമ്പായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ സോപ്പ് തേച്ചിത് കഴുകി കളയരുത്. ചെറിയൊരു എണ്ണമയം ഇതിലുണ്ട്. അപ്പോൾ ആ എണ്ണമയം നമ്മളെ
സ്കിന്നിൽ കിടക്കുമ്പം അത് നല്ലതാണ്. സ്കിന്ന് ഡ്രൈ ആവാതെ അത് സംരക്ഷിക്കും. അതുപോലെ ഈ പറയും പോലെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു ദിവസം ഇട്ട ഉടനെ നമുക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലൊരു സ്ക്രബ്ബറായിട്ടും ഇത് യൂസ് ചെയ്യാം. പയറുപൊടി അതൊക്കെ യൂസ് ചെയ്യില്ലേ സ്ക്രബ്ബറായിട്ട്, അതുപോലെ ഇത് യൂസ് ചെയ്യാം. ഫേസിൽ മാത്രമാണെങ്കിൽ നമുക്ക് അല്ലാത്ത സമയങ്ങളിൽ ഇത് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഇട്ട് നല്ല ഡ്രൈ ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം കയ്യിൽ നിന്ന് നനച്ചിട്ട് സർക്കുലർ മോഷനിൽ ഇതൊന്ന് ഇളക്കി അങ്ങ് എടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇളവി വരും. നമുക്ക് 2-3 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഇതെല്ലാം കുറഞ്ഞിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് നമ്മൾ 2-3 ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഇത് യൂസ് ചെയ്താൽ മതിയാവും. ഇത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിലായാലും ഒരു ടിന്നിൽ അടച്ച് ഈ സാധനം വെച്ചിരുന്നാൽ നമുക്ക് ആ സമയത്ത് തന്നെ ഒരു ഇതിലെടുത്ത് വെള്ളം കുതിർത്തിട്ട് നമുക്ക് തേച്ച് കഴുകി കുളിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടറിയാം. ഞാനിപ്പോൾ ഇത് കുറച്ച് നേരെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഇത് കുതിർന്ന് നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ വെള്ളം കുറവ്. അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം വെള്ളം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ലൂസായാലും നമുക്കിത് മുഖത്തും എല്ലാം യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. നല്ല രീതിയിൽ ഇത് വെള്ളം അബ്സോർബ് ചെയ്യും. അതുപോലെ ക്വാണ്ടിറ്റി നമ്മൾ എത്ര കുറച്ചിട്ടാലും ക്വാണ്ടിറ്റി നല്ല രീതിയിൽ കിട്ടും. ഇത് കൂടിപ്പോയി എന്ന് കരുതിയിട്ട് ആരും അടുത്ത് ബാക്കി കളയാനൊന്നും നിൽക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഇതൊരു 10 മിനിറ്റ് ആയി ഞാൻ ഇത് തേച്ചിട്ട്. ഇതൊന്ന് ജസ്റ്റ് കഴുകി കളഞ്ഞിട്ട് കാണിച്ചു തരാം. ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്കിന്നിലൊരു എണ്ണമയം ഫീൽ ചെയ്യും. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നും പറഞ്ഞ് നമ്മൾ മറ്റേ വെളിച്ചെണ്ണ ഒഴിക്കുന്ന ആ രീതിയിലൊന്നും ഇത് കിടക്കില്ല. സാധാരണ ഒരു സ്കിന്നിലൊരു ഗ്ലോ പോലെ നമുക്ക് ഇത് കാണാം. അതേപോലെ തൊടുമ്പോഴും നമുക്കത് ജസ്റ്റ് ഒരു സോഫ്റ്റ്നെസ് ഇതിൽ ഫീൽ ചെയ്യും. നമ്മൾ നന്നായിട്ട് ഒന്ന് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണമെന്ന്. സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡെഡ് സ്കിന്നൊക്കെ മാറും. അപ്പം അങ്ങനെ മാറുമ്പോഴത്തേക്കും ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് യൂസ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്ക് അത് കണ്ടിട്ട് അവർക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമാവും. അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.